1 കപ്പ് ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് 5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്ത് മാറ്റിവെക്കാം. പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയത്ത് ചെറുപയർ നന്നായി ഉടച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, സവാള ചോപ്പ് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച പയർ കൂടി ചേർത്ത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി.